ഹോൾസെയിലിനെ പറ്റി നിങ്ങൾ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത്? ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് കണക്ഷൻസും ഒരുപാട് കമ്പനിയുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻസ് ഉണ്ടെങ്കിൽ അവർക്കുള്ള വീഡിയോ അല്ല ഇത്. ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കസ്റ്റമർ, അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ലാത്തൊരു കസ്റ്റമർ, അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാമെന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണണം. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഈ സായി ഡ്രസ്സസിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇഷാര ബൈ സായി ഡ്രസ്, അതായത് സായി ഡ്രസ്സിൻ്റെ ഒരു പുതിയ ബ്രാഞ്ച്, അതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ സെഗ്മെൻറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് പറഞ്ഞാൽ 800 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ്. കിഡ്സ് വെയറിൻ്റെ 800 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ്. ഈ 800 രൂപ തൊട്ട് കിഡ്സ് വെയറിനകത്ത് 3000 രൂപ വരെയുള്ള കളക്ഷൻസ് ഉണ്ട്. ലേഡീസ് വെയറിൻ്റെ കളക്ഷൻസിനകത്ത് നിങ്ങൾ കാണുകയാണെങ്കിൽ 1300 1400 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ്. 10,000 20,000 30,000 രൂപ വരെയാണ് എൻഡിങ്. ഇതൊക്കെ ഹോൾസെയിൽ റേറ്റ് ആണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമൻറ്റ് സെക്ഷനിൽ പറയുക. ഇത് സത്യത്തിൽ ഹോൾസെയിൽ റേറ്റ് തന്നെയാണ്. ഞങ്ങളൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഈ പ്രോഡക്റ്റ് എല്ലാം വിൽക്കുന്നത് ഹോൾസെയിൽ റേറ്റിലാണ്. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതെന്ന് പറഞ്ഞാൽ റേറ്റ് വൈസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 20,000 രൂപയ്ക്ക് മേളിലുള്ള പ്രോഡക്റ്റാണ്. ഇത് മാർക്കറ്റിൽ കിട്ടുന്നത് 50,000 60,000 രൂപയ്ക്കാണ് മേളിൽ മാർക്കറ്റിൽ കിട്ടുന്നതിൻ്റെ റേറ്റ്. ഇത് ഹോൾസെയിൽ റേറ്റ് ആണ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ 60,000 70,000 രൂപ 50,000 60,000 രൂപയുടെ റേറ്റാണ് മാർക്കറ്റിൽ ഇത് സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ്. അപ്പോൾ ഹോൾസെയിൽ എന്ന് പറയുന്നത് 100 രൂപ തൊട്ട് 500 രൂപ വരെ അല്ല, 500 രൂപ തൊട്ട് 1000 രൂപ വരെ അല്ല. ഏത് റേറ്റ് ആണോ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്, ആ പ്രോഡക്റ്റ് കിട്ടുന്നത് എത്ര മാർജിൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റുമോ അതാണ് ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുന്ന ഓരോ പ്രോഡക്റ്റിൻ്റെയും റേറ്റ് എന്ന് പറഞ്ഞാൽ MRP അല്ല, ഞങ്ങൾ, അതായത് ഹോൾസെയിലർ റീറ്റെയിലർ, അതായത് നിങ്ങൾക്ക് വേണ്ടി ആഡ് ചെയ്യുന്ന റേറ്റ് ആണ്. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മാർജിൻ ആഡ് ചെയ്യേണ്ടത്. ഓരോ പ്രോഡക്റ്റിനായിട്ടും എത്ര രൂപ നിങ്ങൾക്ക് പെർസെൻറ്റേജ് വെച്ച് ആഡ് ചെയ്യണം. ഇവിടെ നിന്നുള്ള ഷിപ്പിംഗ് ചാർജ്, 5% GST, അങ്ങനെയുള്ള എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ മാർജിൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ. പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ കൂടുതൽ ഇന്ന് കാണിക്കാൻ പോകുന്നില്ല. കാരണം ഒരുപാട് കസ്റ്റമേഴ്സ്, അതായത് ഓഫ്ലൈൻ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ അവർക്ക് കിട്ടും. കാരണം അവർ മെറ്റീരിയൽ ടച്ച് ചെയ്തിട്ടാണ് അവർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് കണ്ട് പ്യുവർ ചിനോണിനകത്ത് വരുന്ന പ്രോഡക്റ്റാണ്. ഹാൻഡ് വർക്കിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഗറാറയുടെ പാൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രോഡക്റ്റ് കസ്റ്റമർ കാണുമ്പോൾ കസ്റ്റമറിന് മനസ്സിലായി, ഇത് ചിനോൺ മെറ്റീരിയലാണ്, ഫുള്ളി ഹാൻഡ് വർക്കാണ്, പിന്നെ ഗറാറയുടെ പാൻറ്റാണ് കൊടുത്തിരിക്കുന്നത്, നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടത്തില്ല. കാരണം ഇവർ കാണുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു ഫോട്ടോ, ഇതിൽ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഫോട്ടോയ്ക്ക് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. ബട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. മെറ്റീരിയൽ ഞാൻ പറയുന്നതാണ് മെറ്റീരിയൽ. അതായത് ഞാനിപ്പോൾ ചിനോൺ പറഞ്ഞാൽ ചിനോൺ, ഷിമർ പറഞ്ഞാൽ ഷിമർ, സിൽക്ക് പറഞ്ഞാൽ സിൽക്ക്. നിങ്ങൾക്കറിയില്ല അത്. കാരണം ഓൺലൈനാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ കോൾ ചെയ്തെന്ന് പറഞ്ഞാലും ഇതിലൊരു 20, അതായത് 19-20 ഡിഫറൻസ് വരുന്നതാണ്. അങ്ങനെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ 2-3 കസ്റ്റമേഴ്സിൻ്റെ കംപ്ലയിൻസ് വന്നപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ പറ്റിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച മെറ്റീരിയലല്ല കിട്ടിയത്. പക്ഷേ നിങ്ങൾക്ക് എന്താണ് ഉണ്ടായതെന്ന് ഞാൻ പറയാം. നിങ്ങൾ വിചാരിക്കുന്ന മെറ്റീരിയൽ, ഈ ഷിമർ ചിനോൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ, കേരളത്തിൽ അധികം ആർക്കും അറിയാത്തൊരു മെറ്റീരിയലാണ്. പാർട്ടി വെയർ മെറ്റീരിയലാണ് വരുന്നത്. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് സംതൃപ്തി തോന്നാതിൻ്റെ ആ ഒരു കാരണം മാത്രമാണ്. അല്ലാതെ സായി ഡ്രസ്സ് നിങ്ങളെ പറ്റിച്ചു എന്നോ, അല്ലെങ്കിൽ സായി ഡ്രസ്സ് നിങ്ങൾക്ക് മറ്റൊരു മെറ്റീരിയൽ, അതായത് ഇതിൻ്റെ സെക്കൻഡ് കോപ്പി തന്നെന്നോ എന്നൊക്കെ പറയും. ചില ബുദ്ധിമാന്മാരെന്ന് പറഞ്ഞാൽ അതിബുദ്ധിമാന്മാർ. അവർ പറയുന്നത് എന്താണെന്നറിയോ? ഇത് നിങ്ങളെ കാണിക്കുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതിൻ്റെ സെക്കൻഡ് കോപ്പി. ആക്ച്വലി ബ്രദർ, സിസ്റ്റർ, നമുക്ക് സെക്കൻഡ് കോപ്പി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇല്ല. ഇവിടെ ഒരു ഓഫ്ലൈനിൽ ഒരു കസ്റ്റമർ വന്നായിരുന്നു. അവർ കണ്ട് പർച്ചേസ് ചെയ്ത് അവർ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി അവർക്ക് വീഡിയോ അയച്ചു കൊടുത്തു, പാക്കിങ്ങിൻ്റെ എല്ലാം ചെയ്തു. പാഴ്സൽ അവിടെ കിട്ടി. പാഴ്സൽ കിട്ടിക്കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് സെക്കൻഡ് കോപ്പി അയച്ചു തന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ ഒന്നും നിങ്ങൾക്ക് ഈ കമ്പനി ചുറ്റി നടന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. സെക്കൻഡ് കോപ്പി എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് നമുക്കില്ല. എല്ലാം ഫസ്റ്റ് കോപ്പിയാണ്. അതായത് ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെയാണ് വരുന്നത്. കാറ്റലോഗ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. സീസൺ ടൈമിൽ എന്താണ് സംഭവിക്കുന്നത് അറിയോ? നിങ്ങൾക്ക് ഞാൻ ഈ 10 ഡിസൈൻ നിങ്ങൾക്ക് അയച്ചു തരും. ഈ 10 ഡിസൈൻ അയച്ചു തരുമ്പോൾ അതിനകത്ത് 6 ഡിസൈന് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോൾ. കാരണം ഇവിടെ ഓഫ്ലൈനിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആയിപ്പോൾ. അപ്പോഴാണ് നിങ്ങളോട് ചോദിക്കുന്നത്, സർ മാഡം ഇത് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി, അതിന് മുമ്പ് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണോ?
ഈ കളക്ഷൻ നമ്മൾ ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻ ഇതാണ്, അത് ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നു, അത് ആഡ് ചെയ്യണോ വേണ്ടത്. അപ്പോൾ നിങ്ങൾ തർക്കിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് കിട്ടുന്നില്ല. സർ മാഡം, നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്ന അന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നെങ്കിൽ, അല്ല അന്ന് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ ഇത് സ്റ്റോക്ക് ഔട്ട് ആകില്ലായിരുന്നു. അങ്ങനെയാണ് ഓൺലൈനിലുള്ള പ്രശ്നം വരുന്നത്. ഈ 2-3 കസ്റ്റമേഴ്സ്, ഇപ്പം ഞാനിപ്പോൾ അറൗണ്ട് ഇവിടെ വന്നിട്ട് ഒരുപാട് കസ്റ്റമർ, അറൗണ്ട് ഒരു 3000-4000 കേരളത്തിൽ നിന്നുള്ള കസ്റ്റമേഴ്സ്, ഔട്ട് ഓഫ് കൺട്രീസിലുള്ള മലയാളീസ് ആണെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന്. അതിൽ 2-3 കസ്റ്റമേഴ്സിനാണ് ഇതുപോലെയുള്ള പ്രോബ്ലം വന്നിട്ടുള്ളത്. ഈ പ്രോബ്ലം വന്നിട്ടുള്ളത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിന് മാത്രമാണ്. അവർ വന്നത് പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ പുതിയ മെറ്റീരിയൽ അവർ എക്സ്പെക്റ്റ് ചെയ്തപ്പോഴാണ് അവർക്ക് ഈ പ്രോബ്ലം വന്നത്. നമ്മളത് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ യൂട്യൂബിൽ കൊണ്ടുപോയി കമൻ്റ് ഇടുകയോ അല്ലെങ്കിൽ മെയിൽ അയക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോയ്ക്ക് കൊണ്ടുപോയിട്ട് ഫ്രോഡാണ്, അങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ഡിഗ്നിറ്റി മാത്രമാണ് നശിച്ചു പോകുന്നത്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ഡയറക്റ്റ് ഇവിടെ ഇൻഫോം ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ നമ്പർ നിങ്ങൾക്ക് എൻ്റെ പ്രോബ്ലം ഇതാണ്, എനിക്ക് ഇങ്ങനെയാണോ, നിങ്ങൾക്ക് സൊല്യൂഷൻ തരാൻ വേണ്ടിയാണ് സൈഡ്രസ് 24/7 ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സമയത്ത് വിളിച്ചാലും ആ ഫോൺ നമ്പറിൽ ഞാൻ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രോബ്ലംസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞു തന്നാൽ മാത്രമേ നമുക്കൊരു സൊല്യൂഷൻ കാണാൻ പറ്റൂ. അല്ലെങ്കിൽ അവിടെ പോയി ബഹളം ഉണ്ടാക്കി ഇവിടെ പോയി ഒരു കാര്യമില്ല. ഒരു ചാനലിൽ ഒരാൾ ഇവിടെ വന്ന് എന്തൊക്കെയോ 4 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല. കാരണം മാർക്കറ്റിനെ പറ്റി അവർക്കറിയില്ല. അവർ ഇന്നലെ ഇവിടെ വന്ന് കാണിക്കുന്ന ഓരോരോ കോപ്രായങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് സെക്ഷൻ ഇടുക, അവരെ സപ്പോർട്ട് ചെയ്യുക, ഒരു കാര്യമില്ല. ഞാൻ 12 വർഷമായിട്ട് ഞാൻ ഈ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. എനിക്കറിയാം നല്ല മെറ്റീരിയൽ എവിടെ കിട്ടും, നല്ല ഡിസൈൻ എവിടെ കിട്ടും, നല്ല പ്രോഡക്റ്റ്സ് എവിടെ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ആ സപ്പോർട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സൈഡസിനെ ആശ്രയിക്കാൻ പറ്റുന്നതാണ്. നല്ല പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് ഇവിടെ കൊടുക്കുന്നത്. റേറ്റ് എല്ലാം നോക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 100 തൊട്ട് 1000 രൂപ വരെ എല്ലാ റേറ്റും ഹോൾസെയിൽ റേറ്റ് മാത്രമാണ്. നിങ്ങൾ സെയിൽ ചെയ്യുന്നതിലാണ് ഡിപ്പെൻഡ് ഇരിക്കുന്നത്. ഈ പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് നല്ല ഹോൾസെയിൽ റേറ്റിൽ മാത്രമായിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ വിളിച്ച് ബന്ധപ്പെടുക. കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിസിറ്റിങ്ങിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫോൺ വിളിച്ചിട്ട് വരിക. ദയവേത് ഫോൺ വിളിച്ചിട്ട് വരിക. കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മാർക്കറ്റ് സ്ഥലങ്ങളിൽ. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരിടത്തും പോകേണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് സൈഡസിനെ സമീപിക്കാവുന്നതാണ്. പ്രോഡക്റ്റിനെ ഉള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു തരാണ്. ബിസിനസ്സിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.